ഹലോ അസ്സലാമു അലൈക്കും. സോ ഗൈസ്, ഞാൻ ഇന്ന് നല്ല ഹാപ്പി ആട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകണേ എൻ്റെ അനിയത്തിക്ക്. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അനിയത്തി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന്. മാഷാ അല്ലാഹ്, ഇന്ന് അവൾ പാസ്സായിട്ടുണ്ട്. സോ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകണേ. ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ വിളിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നില്ല, പനി ആയതുകൊണ്ടിട്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. അവൾക്കൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട്. സോ അവിടെ എത്തിയിട്ട് കാണും ഗൈസ്. ബൈ. കേക്ക് വാങ്ങാൻ നമ്മൾ നേരെ വിട്ടത് ടെമിറ്റേഷൻ കേക്ക് ഷോപ്പിലേക്കാട്ടോ. അവിടെ പോയിട്ട് കേക്കൊക്കെ ഓർഡർ കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ളൊരു ക്യൂട്ട് ബേബി എൻ്റെ അനിയന് ബലൂൺ കൊടുത്ത് വീഴ്ത്താൻ നോക്കണം. അവനാണെങ്കിൽ ഇൻവെർട്ടർ ആയതുകൊണ്ട് വീഴൂല, ആണുങ്ങളെ വില കളയാനായിട്ടെന്നൊക്കെ പറഞ്ഞൊരു കള്ളച്ചിരിയാട്ടോ നിങ്ങിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. അവിടെ നിന്ന് ഒരു റെഡ് വെൽവെറ്റ് കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ടിട്ടോ. അവിടെ കസിൻസ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അനിയത്തിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ നമ്മൾ വന്നത് ഇവൾ കണ്ടിട്ട് നല്ല രീതിക്ക് അവൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ചെറിയൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കേക്കൊക്കെ അവിടെ നിന്ന് മുറിക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫുഡൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കാത്തു നിൽക്കണ സമയത്താണ് ഗൈസ് എനിക്ക് കാക്ക നല്ല 8ൻ്റെ മണി തന്നത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കസിൻസ് എല്ലാവരും വന്നു. നമ്മ വണ്ടി എടുത്ത് നേരെ വിട്ടത് ലോഡറിലാട്ടോ. നമ്മുടെ തോപ്പമ്പടിയിലെ നല്ല ഫേമസ് ഷോപ്പാട്ടോ ലോഡർ. അവിടെ പോയിട്ട് നല്ല ലോഡർ ഫ്രൈസും പെരി വിങ്സൊക്കെ കഴിച്ചു ബാക്കി വന്ന പൈസ വീട്ടിൽ കൊണ്ടാണ്ട് നമ്മ ബാക്കിയുള്ള പൈസയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ വിട്ടു അറേബ്യൻ പാലസ്. അവിടെ പോയിട്ട് നല്ല അലമ്പായിരുന്നു കേട്ടോ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നമുക്കറിയില്ല. ഞാൻ അറേബ്യൻ പാലസിൽ മന്തി കഴിക്കാൻ മെയിനായിട്ട് പോകുന്നത് ഈ സാധനം കുടിക്കാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ സൂപ്പൊക്കെ കുടിക്കാൻ. സോ അവിടെ അങ്ങനെ എന്തോ പറഞ്ഞാൽ അറിയാണ്ടൊരു കോമഡി പറഞ്ഞ് കേട്ടിട്ട് ചിരി നിർത്താണ്ട് അവിടെ ഫുള്ള് പറയിപ്പിച്ചിട്ടാട്ടോ നമ്മ ഇറങ്ങിയത്. അങ്ങനെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ.